ഹലോ ഗൈസ്, ഇസ്മി സൂര്യ. ഇപ്പോൾ നമ്മൾക്കറിയാം, നമ്മൾ ഇന്നലെ പാലക്കാട് സ്റ്റേഡിയം ബൈപ്പാസ് റോഡിൽ ഇതേപോലെ ഒരു കടയ്ക്ക് തീ പിടിച്ചിട്ട് മരത്തിലേക്ക് തീ പടരുകയും കുറച്ച് ഇഷ്യൂസും കാര്യങ്ങളും ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം നമ്മുടെ ഫയർഫോഴ്സിന്റെ കറക്റ്റ് ഇടപെടലുകൊണ്ട് നമുക്ക് പെട്ടെന്ന് തന്നെ റിസോൾവ് ചെയ്യാനും പറ്റി. അപ്പോൾ അതുപോലെ ഇപ്പോൾ ഉണ്ടായിട്ടൊരു ഇൻസിഡന്റ് അതിന് ഷെയർ ചെയ്യാൻ വേണ്ടി ഞാൻ ഈ വീഡിയോ ചെയ്യുന്ന സംഭവം വേറെ ഒന്നല്ല, നമ്മുടെ പാലക്കാട് ഒലവക്കോട് റെയിൽവേ സ്റ്റേഷന്റെ പരിസരത്ത് ഇതേപോലെ തന്നെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. ഒരു മരത്തിന് തീ പിടിച്ചിട്ടുണ്ടായിരുന്നു. അതായത് ജസ്റ്റ് റോഡിന് ഓപ്പോസിറ്റ് സൈഡാണ് തീ പിടിച്ചത്. ആരോ വേസ്റ്റ് കത്തിക്കാൻ വേണ്ടിയിട്ട് തീയിട്ടത് അങ്ങനെ പടർന്നിട്ട് മരത്തിലേക്ക് പിടിച്ചതാണ്. അത് കറക്റ്റ് അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടായിരുന്ന പോലീസുകാരെ ശ്രദ്ധയിൽപ്പെടുകയും അവരുടെ കറക്റ്റ് ആയിട്ടുള്ള ഇടപെടലുകൊണ്ട് ഫയർഫോഴ്സിനെ അറിയിക്കുകയും പെട്ടെന്ന് തന്നെ എന്ത് ചെയ്തു, ആ തീക്ക് എടുക്കുകയും ചെയ്തു. കാരണം അറിയാം, റോഡ് സൈഡാണ്, അഥവാ ഒന്നാമത് മരത്തിലേക്കാണ് തീ പിടിച്ചത്. അതെങ്ങാനും കത്തി പടർന്നിട്ട് ആ മരം റോഡിലേക്ക് വീഴുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ഇഷ്യൂസ് ആയി കഴിഞ്ഞാൽ പബ്ലിക്കിന് അത്ര എഫക്റ്റ് ആവും. അത്രയും എന്താ പറയുക, ആ ഒരു ഇഷ്യൂസ് അത്രയും മുന്നിൽ കണ്ടിട്ട് അത്ര അലേർട്ട് ആയിട്ടുള്ള ഓഫീസേഴ്സിന്റെ കറക്റ്റ് ഇടപെടൽ കൊണ്ട് പെട്ടെന്ന് തന്നെ ഫയർഫോഴ്സിനെ അറിയിച്ചു. അവർ വന്നു, പെട്ടെന്ന് തീ അണച്ചു. നമുക്ക് ഈ വീഡിയോ ക്ലിപ്പിംഗ്സിൽ കാണുമ്പോൾ മനസ്സിലാവും അത്രത്തോളം നമ്മുടെ പോലീസും അതുപോലെ തന്നെ ഫയർഫോഴ്സ് അലേർട്ടാണെന്നുള്ളത്. കാരണം നമുക്ക് എന്താ ഒരു പെട്ടെന്ന്, കാരണം ഏതൊരു തീപിടുത്തം എന്നൊക്കെ പറയുന്നത് പെട്ടെന്ന് ഉണ്ടാവുന്ന സംഭവം, നമുക്ക് പെട്ടെന്ന് എന്താ ഉണ്ടാവുമെന്ന് പറയാൻ പറ്റില്ല. പക്ഷെ വേണ്ട സമയത്ത് വേണ്ട കാര്യങ്ങൾ പെട്ടെന്ന് തന്നെ ചെയ്തതുകൊണ്ട് അവിടെ വൻ ദുരന്തം എന്തായാലും ഒഴിവാക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ അവിടെ ഡ്യൂട്ടിക്ക് ഉണ്ടാകുന്ന സാർമാരുടെ പേരും കാര്യങ്ങളൊന്നും അറിയില്ല. എന്തായാലും ഞാൻ ഇതേപോലെ ചായ കുടിക്കാൻ വേണ്ടി വണ്ടി സൈഡാക്കി വേണ്ടിയ സംഭവം ഉണ്ടാകും. അതുകൊണ്ടായിരുന്നു ഇപ്പോൾ നമ്മൾ ഇൻസിഡൻറ്റ് കണ്ടത്. സോ എന്തായാലും ഈ ഒരു ഇഷ്യൂ പെട്ടെന്ന് സോൾവ് ചെയ്തിട്ടുള്ള നമ്മളെ പോലീസിലെ സാർമാർക്കും അതുപോലെ തന്നെ ഫയർഫോഴ്സുകാർക്കും ബിഗ് താങ്ക്സ്.